അമ്മ ബ്രിട്ടീഷുകാരി, അച്ഛൻ ഏഷ്യൻ അമേരിക്കൻ, ജനിച്ചത് ലെബനനിൽ, കുട്ടിക്കാലം ഓസ്ട്രേലിയയിൽ, പഠനം കാനഡയിൽ, അഭിനയ പഠനം ന്യൂയോർക്കിൽ. ചെറുപ്പകാലത്ത് തന്നെ അച്ഛൻ ഉപേക്ഷിച്ചു. വർഷങ്ങളോളം സഹോദരി ക്യാൻസറിനോട് മല്ലിട്ടു. ജനിക്കാനിരുന്ന കുട്ടിയെ നഷ്ടപ്പെട്ടു. അങ്ങനെ സംഘർഷമേറിയ ജീവിതത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. ചെറുപ്പത്തിൽ സ്പോർട്സിലായിരുന്നു റീവ്സിന് താല്പര്യം. ഇഷ്ടകളി ഐസ് ഹോക്കിയും. ഗോളിയായി ഹോക്കിയിൽ മിടുക്ക് കാട്ടിയിരുന്ന റീവ്സിനെ കൂട്ടുകാർ മതിൽ എന്നാണ് വിളിച്ചിരുന്നത്. തന്റെ ടീമിന് നേരെ വരുന്ന ഗോളുകളൊക്കെ ഒരു മതിലിനെ പോലെ നിന്നുകൊണ്ടായിരുന്നു റീവ്സ് കാത്തിരുന്നത്. പിന്നീട് അവന്റെ ഇഷ്ടം അഭിനയത്തിലേക്ക് മാറി. സിനിമാ സംവിധായകനായിരുന്ന രണ്ടാനച്ഛൻ റീവ്സിൽ സിനിമാഭിനയത്തിന്റെ വിത്തുകൾ പാകി. ഇതിനിടയിൽ അഭിനയ പഠനത്തിനും ചേർന്നു. ടീനേജിലായിരിക്കെ തന്നെ TV സിനിമകളിൽ ചെറിയ ചെറിയ റോളുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. 1986 യങ് ബ്ലഡ് എന്ന സിനിമ റീവ്സിനെ ചലച്ചിത്രനന്ദനാക്കി. യാദൃശ്ചികമാണോ എന്നറിയില്ല, ഒരു ഹോക്കി പ്ലെയറിന്റെ റോള് തന്നെയായിരുന്നു റീവ്സിന് ചിത്രത്തിൽ ലഭിച്ചത്. അതേ വർഷം തന്നെ റിവേഴ്സ് എഡ്ജ്, ബിൽ ആൻഡ് ടെഡ്സ് എക്സലന്റ് അഡ്വഞ്ചർ എന്നീ സിനിമകൾ കിയാനു റീവ്സിനെ ഹോളിവുഡിൽ ശ്രദ്ധേയനാക്കി. 1994 ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ സിനിമയായിരുന്നു സ്പീഡ്. ചൈനീസ് ചായയുള്ള വെള്ളക്കാരനായ ആക്ഷൻ താരം പുതുമയുള്ളൊരു കാഴ്ചയായിരുന്നു. ഒപ്പം കിടിലം കൊള്ളിക്കുന്ന ആക്ഷൻ രംഗങ്ങളും. സ്പീഡ് ഹിറ്റായതോടുകൂടി റീവ്സും ശ്രദ്ധേയനായി. അങ്ങനെ ഇരിക്കെയാണ് 1999 ഭാഗ്യം കിയാനു റീവ്സിന്റെ വാതിലിൽ മുട്ടിയത്. മെട്രിക്സ് എന്ന സൈബർ സാഹസിക സിനിമയിൽ നായകനാവൻ ആക്ഷൻ സ്റ്റാർ വിൽ സ്മിത്തിനെ തേടി സംവിധായകരെത്തി. കഥ കേട്ടിട്ട് വിൽ സ്മിത്തിന് ബോറടിച്ചു. കൂടാതെ വൈൽഡ് വെസ്റ്റ് എന്ന വമ്പൻ സിനിമയിൽ അഭിനയിക്കാനുള്ളതുകൊണ്ട് സ്മിത്തിന് ഡേറ്റുമില്ല. തുടർന്നാണ് കിയാനു റീവ്സിന് നറുക്ക് വീണത്. മെട്രിക്സ് ഒരു അത്ഭുത ചിത്രമായി മാറി. ലോക സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറുകയും ചെയ്തു. അതുവരെ ഹോളിവുഡ് സിനിമാ ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മേക്കിംഗ് ശൈലിയായിരുന്നു മെട്രിക്സിന്റേത്. 2-3 ഭാഗങ്ങൾ വരെ കോടികൾ കൊയ്തു. റീവ്സ് ഹോളിവുഡിൽ ഏറ്റവും അധികം പ്രതിഫലം പറ്റുന്ന നടന്മാരിൽ ഒരാളായി മാറുകയും ചെയ്തു. തന്റെ ജീവിതത്തിൽ താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഭാര്യ ഹെലന്റെ അപ്രതീക്ഷിതമായ മരണത്തിന് ശേഷം അഗാധ ദുഃഖത്തിലായിരുന്ന അയാൾക്ക് ആശ്വാസമായിരുന്നത് മരണത്തിന് മുൻപ് അവർ അയച്ചു നൽകിയ നായ്ക്കുട്ടിയായിരുന്നു. തന്റെ ഭാര്യയുടെ അവസാന സമ്മാനം വളരെയധികം ശ്രദ്ധയോടെയാണ് അയാൾ കൊണ്ടുനടന്നത്. പക്ഷേ തന്റെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന നായ ഡെയ്സി കൊല്ലപ്പെടുന്നു. ഹോളിവുഡ് സിനിമാ പ്രേമികൾ ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഒരു പേരാണ് ജോൺ വിക്ക്. അത്രത്തോളമാണ് ഹോളിവുഡിൽ ജോൺ വിക്ക് ചെലുത്തിയ സ്വാധീനം. എണ്ണം പറഞ്ഞ ആക്ഷൻ സിനിമകൾ തന്നെയായിരുന്നു ജോൺ വിക്ക് സീരീസിൽ പുറത്തിറങ്ങിയ 4 ചിത്രങ്ങൾ. വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ കൊച്ചു സിനിമയായിരുന്നു ആദ്യ ഭാഗം എങ്കിൽ ബാക്കി ചിത്രങ്ങൾ വലിയ ബഡ്ജറ്റിൽ ഇറങ്ങി വിജയം കൊയ്യുകയായിരുന്നു. കയ്യിൽ കിട്ടുന്ന ഏതൊരു ഉപകരണത്തെയും ആയുധമാക്കാൻ കെൽപ്പുള്ള, കറുത്ത കോട്ടണിഞ്ഞ് എതിരെ വരുന്നവൻ എത്ര ഭീകരനായാലും എതിർത്ത് നിൽക്കാൻ പോകുന്ന വിൽപവറുള്ള ജോൺ വിക്ക് എന്ന ഫോർമർ അസസിൻ. ചിത്രം കണ്ട ഒരാൾക്ക് പോലും മറക്കാനാവാത്ത കഥാപാത്ര സൃഷ്ടി. കരിയറിൽ കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു കിയാനു റീവ്സിന് ജോൺ വിക്കിൽ അവസരം ലഭിച്ചത്. അത് അദ്ദേഹത്തിന്റെ കരിയറിന്റെ പീക്ക് എത്തിക്കുകയും ചെയ്തു. മരണശേഷം എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിന് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ മിസ് ചെയ്യും എന്ന ശക്തമായ വൈകാരികമായ മറുപടി നൽകിയ കിയാനു റീവ്സിനെ ജോൺ വിക്ക് സിനിമയിലെ പലയിടങ്ങളിലായി നമുക്ക് കാണാം. 4 ഭാഗങ്ങളെയും അപേക്ഷിച്ച് നോക്കിയാൽ ആദ്യ ഭാഗം തന്നെയാണ് എന്റെ ഫേവറേറ്റ്. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്?